ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാധികയാണ്. നമ്മൾ ബെസ്റ്റി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു ചെറിയൊരു അടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രാധികയുടെ വാദം ബെസ്റ്റി നല്ലതല്ല എന്നാണ്. ഞാനും അത് അഭിപ്രായമുണ്ട്. അഭിപ്രായമൊന്നുമില്ല, ഇപ്പൊ മാറ്റി പറയാണ്. പക്ഷേ അതായത് എൻ്റെ അഭിപ്രായം ബെസ്റ്റിക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വരാം. ഫസ്റ്റ് എനിക്ക് രാധിക, എന്താണ് ബെസ്റ്റി? ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, അതായത് ഒരു ബാക്കപ്പ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾ എന്നുള്ള രീതിക്കാണ് ഇന്ന് മീനിങ് വന്നത്. പണ്ടൊക്കെ നമ്മൾ ബെസ്റ്റി എന്നുള്ളത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേൾ ആൻഡ് ബോയ് ഇവര് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് അവർ പറയുന്നു. പക്ഷെ ചുറ്റിലുള്ള എല്ലാവർക്കും അറിയാം ഇത് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലെസ് ദാൻ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെസ്റ്റി എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനും എൻ്റെ വീടിൻ്റെ അയൽപക്കത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുകളാണ്. പക്ഷേ ഒരു മൊമെൻറ്റിൽ എത്തുമ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. ഞാൻ റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. അപ്പം ഞാൻ എൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണോ? അല്ലെങ്കിൽ അവൾ ബെസ്റ്റ് ആയി പോവും? ഓക്കെ, അത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബെസ്റ്റ് ഫ്രണ്ട് എമംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സാങ്കല്പികമായൊരു സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. നമ്മളുടെ എല്ലാവരുടെയും വിചാരം ഒരു ബോയ് ആൻഡ് ഗേൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം എവിടെയോ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് അഫ്സൽഖാനെ പ്രപ്പോസ് ചെയ്യേ, അഫ്സൽക്ക് റിജക്ട് ചെയ്യേ, അല്ലെങ്കിൽ അഫ്സൽക്ക് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യേ, റിജക്ട് ചെയ്യേ, അങ്ങനെ നടന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ ബെസ്റ്റ് ഫ്രണ്ട് അഫ്സൽഖാനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അഫ്സൽക്ക ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആക്ച്വലി അവിടെ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? ഞാൻ സീരിയസ്ലി ചോദിക്കുക. അത് എല്ലാതും ഒരു റിലേഷൻഷിപ്പാണ്, എല്ലാം കൈൻഡ് ഓഫ് ഒരു പ്രണയമാണ്. ഓപ്പോസിറ്റ് ജെൻഡർ ആയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അവരെൻ്റെ കാമുകി അല്ലെങ്കിൽ കാമുകൻ ആവണേന്ന് ആഗ്രഹിക്കും. ഇങ്ങനെയൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയാണോ എൻ്റെ ഒരു ആൺസുഹൃത്തിനെ കാണുന്നത്, എങ്ങനെയാണോ ഞാൻ എൻ്റെ സൗഹൃദങ്ങൾ ഉണ്ട്, എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാ, ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ ഈ പറയുന്ന പ്രണയത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സ്വഭാവത്തിൻ്റെ കണക്ഷനും ഇല്ലാത്ത പ്യുവർ എന്ന് ഞാൻ വിളിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം രാധികക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തതായിരിക്കുമോ? ഞാൻ എപ്പോഴൊക്കെ ഒരു ബോയ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ആക്ച്വലി ഗേൾസ് സ്കൂളിൽ മാത്രം പഠിച്ച ഒരാളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിലാണ്, അത് മിക്സ്ഡ് ആണല്ലോ, അപ്പോഴാണ് ഞാൻ ആൺകുട്ടികളുടെ മുഖത്തന്നെ നോക്കി സംസാരിക്കുന്നത്. പിന്നെ അവിടെ ലൈക്ക് എനിക്ക് ബോയ്സിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല എന്നുള്ളത്. ആ കുട്ടിക്കും മനസ്സിലായി. എന്നെ ആദ്യമായിട്ട് ലൈഫിൽ പ്രപ്പോസ് ചെയ്യുന്നത് ആ ഒരു കുട്ടിയാണ്. ചിലപ്പോൾ രാധിക അത്ര അടിപൊളിയായിട്ട് മിസ് ആവണ്ടെന്ന് വിചാരിച്ചോണ്ടായിരിക്കും. അപ്പോ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണോ? എവിടെ പോയാ കളങ്കമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, എക്സ്പെക്ടേഷൻസ് ഇല്ലാത്ത രാധികയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, എനിക്ക് അതിനുശേഷവും ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നോക്കിയ ടൈമിൽ എനിക്ക് ഇതേ സെയിം എക്സ്പീരിയൻസ് തന്നെ വീണ്ടും ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് നല്ല അടിപൊളി ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ലൈഫിൽ. എൻ്റെ കൂടെ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലും പഠിച്ച കുട്ടികൾ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവരാണ് പിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ബോയ്സ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നടക്കാൻ പറ്റൂ എന്നുള്ളത്. എൻ്റെ ചോദ്യം, ഇത് റിലേഷൻഷിപ്പ് സംഭവിക്കില്ല എന്നുള്ളത് അതവിടെ ഇരിക്കട്ടെ, ആ വാദത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ചോദ്യം ഇതാണ്. രാധിക ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ അടിപൊളി റിലേഷനാണ്, നിങ്ങൾ അവിടെ ഭയങ്കര ഹാപ്പിയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാധികക്ക് വേറെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമേ ഇല്ല എന്നൊരു വാദമുണ്ടോ? അതല്ലെങ്കിൽ ഒരാളിൽ മാത്രം ജീവിക്കുകയാണ്, ബാക്കിയൊക്കെ എനിക്ക് ഗേൾസ് ആയുള്ള സുഹൃത്തുക്കളെ വേണ്ടു? ഞാൻ ഒരിക്കലും ഫ്രണ്ട്സ് വേണ്ട എന്ന് പറയില്ല. ഐ ഹാവ് ഫ്രണ്ട്സ് ആൻഡ് ബോയ്സ്. ഓക്കെ, ഫ്രണ്ട്സ് ആൻഡ് ജസ്റ്റ് ഫ്രണ്ട്സ് വേറെയാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാ. എന്താ കാറ്റഗറി? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഏത് ടൈമിലും വിളിക്കാൻ പറ്റണം, എനിക്ക് എന്തും പറയാൻ പറ്റണം. പക്ഷെ അത് ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് തമ്മിൽ ആയിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ബൗണ്ടറി ഇല്ല. എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗേളും ബോയും ബെസ്റ്റ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബൗണ്ടറി ഉണ്ടെങ്കിൽ അടിപൊളിയെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാന്ന. ബൗണ്ടറി വന്നാൽ അവിടെ എവിടെയാ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്? എങ്ങനെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുക? നിങ്ങൾ പറയോ ഈ ടൈമിൽ എന്നെ വിളിക്കരുത്, ഈ ടൈം തൊട്ട് ഈ ടൈം വരെ കൺസൾട്ടേഷൻ ടൈം ആണോ, 2 to 4 ഇടയിൽ വിളിക്കണം, രാത്രി കിടക്കാൻ നേരം വിളിക്കരുത്, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുക? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടെന്ന് ഞാൻ വിചാരിക്കണം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന അവളെടുത്താ. അതല്ലാതെ ഞാൻ എൻ്റെ ബോയ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് അത്ര കണക്ട് ആവില്ല. ചിലപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് വിചാരിച്ചോളൂ. അത് വേറെ പെൺകുട്ടിക്കാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക. ചിലപ്പോൾ എൻ്റെ റിലേഷനിലുള്ള പെൺകുട്ടിയുടെ പ്രോബ്ലം അവൾ പറയുന്നത് എനിക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടില്ല. കാരണം ആസ് എ ഗേൾ വേറെ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ നമ്മളെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാദം ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് സ്നേഹമാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുതലാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏത് കൈൻഡ് ഓഫ് റിലേഷൻ എന്താ പറയുക ഇമോഷനും നിങ്ങൾക്ക് തരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് ഇതാവും. എടാ ഓക്കെ ആവും, നീ ശരിയാവും എന്നൊരു ആൺകുട്ടി എങ്ങനെ പറയുന്നറിയോ, നീ ഒന്ന് പോടാ അവിടുന്ന്, ഇതൊക്കെ എന്ത് മാതിരി സീനൊക്കെ നമ്മൾ എത്ര കണ്ട് ഇതങ്ങ് പറയും. ചിലപ്പോൾ നമ്മളതിൽ ഒരു മൊമെന്റ് നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു പെൺ സുഹൃത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആൺകുട്ടികളും അങ്ങനെ ആയിരിക്കും പെൺകുട്ടികളുടെ അടുത്ത് എനിക്കറിയില്ല, അവർ നമ്മുടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് പറയാതെ നമ്മളുടെ ഫീലിങ്സിന് അവർ കറക്റ്റ് കൺവേ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് നമ്മൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും, കെയറിങ് ആയിരിക്കും. അവിടെ ചിലപ്പോൾ അവൾക്കൊരു അനിയത്തിയുടെ റോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു അമ്മയുടെ റോൾ ഉണ്ടാവാം. ലൈഫ് പാർട്ട്ണറും ചെയ്യുന്നത്. ഇല്ല, ഞാൻ അവിടുന്ന് ഇവിടുന്ന് വേണം പറഞ്ഞ എങ്ങനെ റെഡി ആവുക? ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. സോ ഇങ്ങനെ ഒരാളെന്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷമാണ് എനിക്കൊരു കാമുകി ഉണ്ടാവുന്നെന്ന് വിചാരിച്ചോളൂ. ഞാൻ ആ വ്യക്തിയെ ഉപേക്ഷിക്കണോ രാധിക? അഫ്സൽക്ക് എന്തായിരിക്കും ചെയ്യാ പറയാ? ഞാൻ ഉപേക്ഷിക്കില്ല. എന്നാ ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി തെന്നാലെ ഡിസ്റ്റൻസ് ഇടും. ഇതാണ് ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ബോയ് ആൻഡ് ഗേൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് വിചാരിച്ചോ, ഇവര് ഭയങ്കര ക്ലോസ് ആയി നടക്കാണ്. ഈ പെൺകുട്ടിന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഡിസ്റ്റൻസ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേസസ് ഉണ്ട്, ഇല്ലാത്ത കേസും ഉണ്ട്. മെജോറിറ്റി കാരണം ഇത്രയും കാലം ആ ആൺകുട്ടി കളിച്ചത് ആക്ച്വലി ലൈഫ് പാർട്ട്ണറിന്റെ റോളാണ്. ആക്ച്വലി ഇപ്പൊ എന്താ ലൈഫ് പാർട്ട്ണറുടെ റോള്? ഈ കെയർ തരുന്നതും സപ്പോർട്ട് തരുന്നതും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരൊറ്റ മനുഷ്യനല്ലേ വേണ്ടു ഈ കെയർ തരുന്നത്, സപ്പോർട്ട് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫീലിങ്സും ഒരൊറ്റ പോയിന്റിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോകത്ത് ഓപ്പോസിറ്റ് ജെൻഡറിന് ഒരു മനുഷ്യനല്ലേ നമുക്ക് ബെസ്റ്റായിട്ട് വേണ്ടു? അങ്ങനെയാണോ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എൻ്റെ കാമുകിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാമുകിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ആളെപ്പോഴും സംതിങ് സ്പെഷ്യൽ ആയിരിക്കും. അവരെൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് പ്രണയം എന്നുള്ള ഇമോഷണൽ അതിൽ വർക്കാവും. ഓക്കെ, മാത്രമല്ല നമ്മൾ ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്താ പറയുക തുടർന്നുള്ള ലൈഫുകളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവർ നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. ഓക്കെ, നമ്മൾ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവരെയും കൂടെ ചേർത്തായിരിക്കും നമ്മളുടെ ഡ്രീംസ് ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ എയിംസ് ഒക്കെ അവരതും കൂടെ നമ്മുടേതായിട്ട് മാറും. ഇവിടെ ഒന്നും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇത്ര റോൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാത്ത കുറേ പോയിന്റ്സുകൾ വേറെ ഉണ്ടാവാം. അവർക്ക് അതേപോലെ വേറെ ഫ്രണ്ട്സോ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആസ് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ വീട്, എൻ്റെ കുട്ടി, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു ഇമോഷൻ കൈൻഡ് ഓഫ് ഇമോഷൻസ്, അതിൽ പ്രണയം, സെക്സ്, ഇതൊക്കെ ഇൻക്ലൂഡഡുമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സെയിം ജെൻഡറിലുള്ള ഒരാളെ കാണുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ആ മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ആ മനുഷ്യനെ നിങ്ങളുടേതാക്കി മാറ്റുന്നത്, അതേപോലെ ധൈര്യത്തിൽ യാത്ര ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക? കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോഷൻ കൺവേ ചെയ്യുമ്പോൾ ഇത് പ്രണയമായിപ്പോയോ, അല്ലെങ്കിൽ അവൻ എന്നോട് നാളെ പ്രപ്പോസ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വഭാവത്തിലും എവിടെ എല്ലായിടത്തും നിങ്ങൾക്കൊരു പ്രണയത്തിന്റെ ലാഞ്ചന ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെയായിരിക്കും എല്ലാവരുടെ ഒരിക്കലും ഇല്ല. അഫ്സൽക്ക് പോയിന്റ്സ് മാറ്റി പറയണം. ഞാൻ പറയട്ടെ, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. എന്നോട് ചോദിച്ചത് ലൈക്ക് ഒരാൾ മാത്രം സ്പെഷ്യൽ ആയാൽ മതിയോ എന്നാണ്. എന്താ വേണ്ട, എല്ലാവരും സ്പെഷ്യൽ ആവണോ? എല്ലാവരുമായിട്ട് നമ്മൾ ഇന്റിമേറ്റ് ആവണോ? ഒരിക്കലും ഇല്ല. നമ്മളുടെ ചില ഭാഗങ്ങൾ ലൈക്ക് നമ്മുടെ ഒരു ചില വേർഷൻസ് അത് കുറച്ച് പേർക്ക് മാത്രമായിരിക്കണം റിസർവ്ഡ്. അതല്ലാതെ നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ എന്നത് മാറ്റിയിട്ട് അതിലിപ്പോ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്റെ എല്ലാ വേഴ്സ്റ്റ് ആയ വേർഷൻസും കണ്ടിട്ടുണ്ടാവുക എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഇതിപ്പോ ഓപ്പോസിറ്റ് ജെൻഡറിത്തെ ഒരാൾ കാണുകയാണെങ്കിൽ അത് അത്രയും ലെവൽ ഓഫ് കണക്ഷൻസ് കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. അയാൾക്ക് നിങ്ങളെ ജസ്റ്റ് ഒരു ഫ്രണ്ടായി കാണാൻ, എസ്പെഷ്യലി മെൻ. അതിപ്പോ അഫ്സൽക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ ഇപ്പൊ മാറ്റി പറയാണ്. എസ്പെഷ്യലി മെൻ അത് പെട്ടെന്ന് മിസ്ഇന്റർപ്രറ്റ് ചെയ്യും ലവ് ആയിട്ട്. ആണോ അല്ലയോ? അല്ല ശരിക്കലല്ല. എന്റെ വാദം ഞാൻ ഒന്നുകൂടെ പറയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പറയാണ്, അതായത് രാധിക പറയാണ് എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒരു കൈൻഡ് ഓഫ് പ്രണയത്തിലാണ് അവസാനിക്കുക എന്നുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലല്ല, അത് വളച്ചൊടിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്,
ബോയ് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു എലിമെന്റ് ഓഫ് റിലേഷൻഷിപ്പ് തെന്നാലെ വരും എന്നാണ് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്. ഈ ക്ലിപ്പ് കട്ട് ചെയ്താലുണ്ടല്ലോ ഞാൻ കച്ചറുണ്ടാക്കട്ടോ. അല്ല ഞാൻ പറഞ്ഞത് ഇല്ല എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. സോ ഞാൻ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് ഗേൾ ആൻഡ് ബോയ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരു എലിമെന്റ് ഓഫ് റിലേഷൻഷിപ്പ് വരുന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെ റിലേഷൻഷിപ്പ് വരിക? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ആണ്, ദർ ഇസ് നോ എക്സ്പെക്ടേഷൻസ്. അല്ലാതെ നിങ്ങൾ ഒരു രീതിയിലും അത് ആലോചിക്കരുത്, അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. അതല്ലാതെ റിലേഷൻഷിപ്പിൽ ഓക്കെ യു ക്യാൻ ഹാവ് എ ഫ്രണ്ട്ഷിപ്പ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയാലും, അമ്മയായിട്ടോ അച്ഛനായിട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിട്ടോ യു ക്യാൻ കൺസിഡർ ഹിം ആസ് എ ഫ്രണ്ട്. ബട്ട് അതല്ലാതെ ഫ്രണ്ട്ഷിപ്പിൽ റിലേഷൻഷിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഞങ്ങളുടെ ഉമ്മയാണെങ്കിൽ ചൂരിനടിച്ചിട്ടുണ്ടാവേ. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് രാധിക വളരെ മനോഹരമായിട്ട് ആളുടെ സ്കില്ല് വെച്ച് വളച്ചൊടിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ എക്സാക്ട് പോയിന്റ് ആട്ടോ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞ അല്ലെങ്കിൽ രാധികക്ക് മനസ്സിലാകാതെ പോയിന്റ് ഞാൻ ഒന്നുകൂടെ രാധിക ഞാൻ പറയാം, ആളുകളും കൂടെ കേൾക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ കാമുകി ബെസ്റ്റ് ആയിരിക്കുകയും സ്പെഷ്യൽ ആയിരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് എന്താവുന്നത്, നിങ്ങളുടെ മനുഷ്യനാവുന്നതുള്ളൂ. പക്ഷെ എന്ന് കരുതി ലോകത്ത് ആ മനുഷ്യൻ മാത്രമേ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് ബെസ്റ്റ് ആവേണ്ടതുള്ളൂ എന്ന വാദം മിഥ്യയാണ്. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളറിയുന്ന, നിങ്ങൾ സ്നേഹിച്ചുള്ള മനുഷ്യരും കൂടെ നിങ്ങളുടെ കൂടെ വീണ്ടും തുടർന്ന് ജീവിതത്തിൽ ഉണ്ടാവണം. അവരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ പുതിയ ജനറേഷൻ അതിനെ ബെസ്റ്റി എന്ന് വിളിച്ച് അവഹേളിക്കുന്നു. നിങ്ങളൊന്നും മനസ്സിലാക്കുക, നിങ്ങളൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയാൽ നിങ്ങൾ പെടും. അപ്പോ കുറെ പേര് വേണം, അവിഹിതം വേണമെന്നോ ചാട്ടി വെച്ച് തന്നാലുണ്ടല്ലോ. ഇത് ഈ പുള്ളി പറഞ്ഞു വരുന്നത് നോക്ക്, ഇതെങ്ങനെ അവിഹിതമായിട്ട് സ്റ്റുഡിയോ ഓണറാണ്, ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യൂട്ടോ. ഇതിനെങ്ങനെ അവിഹിതമായിട്ട് ചേർത്ത് വായിക്കാം? അവിഹിതം ഒന്നുമല്ല, ഞാൻ പറയട്ടെ, വിഹിതമാവുന്നത് എന്താ, അതാ നിങ്ങൾ ഏത് വ്യക്തിയിൽ നിന്നും എടുക്കേണ്ടുള്ളൂ. ഞാനിപ്പോ മലയാള സാഹിത്യം ആദ്യം വിട്. കാരണം നമുക്ക് ഈ ഭയങ്കര മീനിങ്ലെസ് ആയ കാര്യങ്ങൾ ഇങ്ങനെ അച്ചടിച്ച് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടും ലോജിക്കൽ ആയിട്ടും തോന്നും. പക്ഷെ പറയുന്നത് ഭയങ്കര മണ്ടത്തരാണ്. ഞാൻ പറഞ്ഞ മണ്ടത്തരത്തെ നമുക്ക് ഞാൻ പറഞ്ഞ മണ്ടത്തരം സമ്മതിച്ചല്ലോ അറ്റ്ലീസ്റ്റ്. അതല്ല ഞാൻ പറഞ്ഞ ഇത് കട്ട് ചെയ്യൂല ഞങ്ങള് ഞാൻ യൂട്യൂബ് ഓണാക്കി വെക്കുവേ. ഞാൻ പറഞ്ഞ മണ്ടത്തരം എന്താണെന്ന് ഒറ്റ പോയിന്റിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ആദ്യമൊക്കെ ഒരു അവസരം കൂടെ തരികയാണ്. നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞ പോയിന്റ് 2-3 വളച്ചൊടിച്ചു. ഒന്നാമത്തെ പോയിന്റ്, ഞാൻ സൗഹൃദത്തെയും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെ നിങ്ങൾ മാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഒരേ സമയം നിങ്ങൾക്ക് പ്രണയിക്കാൻ ഒരുപാട് പേര് വേണം. അല്ലല്ല, ഞാൻ പറഞ്ഞത് വീണ്ടും വളച്ചൊടിക്കാം. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള ഞാൻ തന്നെ പറയാം, അതായിരിക്കും ബെറ്റർ. വീണ്ടും നിങ്ങൾ സാഹിത്യത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പൊസിഷൻ ഉണ്ട്. ഓക്കെ, ലൈഫ് പാർട്ട്ണറോട് മാത്രം ചുരുങ്ങണ്ട, നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇതൊക്കെ വേണം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുണ്ട് എങ്കിൽ വാട്ട് ഇസ് ദ റോൾ ഓഫ് യുവർ ലൈഫ് പാർട്ട്ണർ? വൈ ഡു യു നീഡ് എ ലൈഫ് പാർട്ട്ണർ? പക്ഷെ 2 ആംഗിളിലാണ് സുഹൃത്തെ. എന്റെ പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ എന്നുള്ളതില്ല. ഈ മിസ്റ്ററിന് എല്ലാം മൾട്ടിപ്പിൾ സാധനങ്ങൾ വേണം, എല്ലാം. നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ, നിങ്ങളുടെ പാർട്ട്ണറെ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന അതേ ആവർത്തിയിലല്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കാണുക. അത് ഓപ്പോസിറ്റ് ജെൻഡറിൽ സുഹൃത്ത് ഉണ്ടാവുമ്പോഴേ പ്രശ്നമുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു ഗേൾ ആണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ആണ് എങ്കിൽ ഇതേ സ്നേഹം അവിടെ കൊടുത്ത ഒരു പ്രശ്നമില്ല. കാരണം സ്നേഹം കൊടുക്കുന്ന നിങ്ങൾ പേടിക്കുന്നത്. എന്റെ പ്രശ്നം എന്താ? Okay, with this we are coming to the conclusion. എല്ലാവർക്കും കോരി സ്നേഹം കൊടുക്കുക അല്ലേ? അത് അവിഹിതത്തെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിഹിതം? ഞാൻ ഈ പോയിന്റ് വേറെ തന്നെയാണ് കേട്ടോ. അവിഹിതം എന്നുള്ള വേർഡ് തന്നെ ഇവിടെ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വിഷയമാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും നടത്തിയ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യലി അതിനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ സിനാരിയോയിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ അവരായിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഇതാണ് നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റു റിലേഷൻഷിപ്പിന് അവർ എഗ്രി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ടോട്ടലി ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ അവോയ്ഡ് തന്നെ വേണം. അല്ലാതെ ആ അവിഹിതത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, പക്ഷേ എന്ന് കരുതി നിങ്ങൾക്ക് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ട് പ്രണയത്തിന്റെ ആനന്ദത്തിന്റെ പുറത്തോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു മനുഷ്യന്റെ കൂടെ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിനിമ കാണാൻ പറ്റില്ലേ, യാത്ര പോകാൻ പറ്റില്ലേ, ഫുഡ് കഴിക്കാൻ പറ്റില്ലേ, കഥ പറയാൻ പറ്റില്ലേ, ചേർത്ത് പിടിക്കാൻ പറ്റില്ലേ, കിടന്നുറങ്ങാൻ പറ്റില്ലേ,
എന്തോരം Actually, I കാര്യങ്ങൾ think ചെയ്യാൻ you പറ്റും. have misinterpreted the word bestie and friend. Bestie എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് ഈ ഗേളിനും അറിയാം ബോയ്ക്കും അറിയാം there is something special between us. പക്ഷെ അവർ അത് ഒരിക്കലും അത് അംഗീകരിക്കില്ല. നിങ്ങളാണ് ബെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ ഇപ്പൊ എവിടെയും വിളിക്കുന്നില്ല. ഒരു കാലം വരെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിച്ച എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അഭിമാനത്തോടുകൂടെ മറ്റേ നിറം ഫിലിമത്തെ പോലെ പരിചയപ്പെടുത്തിയ ആളുകൾ ഇന്ന് ഈ നിങ്ങളെ പോലെയുള്ള കുറഞ്ഞ മനുഷ്യർ വന്നിട്ട് എന്ത് ചെയ്തു? ബെസ്റ്റി ആക്കി അവരെ അവഹേളിച്ച് രണ്ടാംകിട പൗരന്മാരാക്കി വെച്ചേക്കാണ്. സുഹൃത്തുക്കളെ, നിങ്ങളത് തിരിച്ചറിയണം. ഈ ആദ്യകാലത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിറം ഫിലിമത്തെ ആ കുഞ്ചാക്കോ ബോബൻ അതാണോ? ഒന്നുമല്ല. അതാണ് വേറെ എന്താണ് നിങ്ങൾ പറയുന്നത്? പറഞ്ഞു വരുന്നത് എന്താണ്? അനുഭവം ഇല്ലാത്തതുകൊണ്ടാ. ഓക്കെ, പക്ഷെ അനുഭവം ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഒരു കാലം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തുടർന്നു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ഒരുമിച്ച് കല്യാണം കഴിച്ച് മൂവ് ചെയ്യാൻ എന്താ പ്രശ്നം? ദാറ്റ്സ് വെരി ഗുഡ്. അത് നല്ലതാണ്. സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. മറ്റേതെന്താണ്? ഫ്രണ്ട്ഷിപ്പും അല്ല, റിലേഷൻഷിപ്പും അല്ല, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു ലൈഫ് പാർട്ട്ണറും വേണം. ആർഭാടല്ലേ അത്? അല്ലേ ഒരു ടൈമിൽ 8% കൊടുക്കേണ്ട അറ്റൻഷൻ നിങ്ങൾ വീതിച്ച് കൊടുക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ നോട്ട് ആക്സെപ്റ്റിംഗ് ദ ഫാക്ട് ദാറ്റ് നിങ്ങളും ഇയാളും തമ്മിൽ റിലേഷൻ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഏത് ലൈഫ് പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയി ചെയ്തിട്ട് നിങ്ങൾ പറയാണ് ഞാൻ റിലേഷൻഷിപ്പിലല്ല, അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ബെസ്റ്റിയാ. ഇതാണ് ബെസ്റ്റ്. ഇല്ല, രണ്ടും ഡിഫറെന്റ് ഉണ്ട്. ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഒരിക്കലും തോൽക്കാൻ സാധ്യതയില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഫാക്ട്. ഇല്ല, ഇറ്റ്സ് എ ഫാക്ട്. അനുഭവം ഇല്ലാത്ത കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ